പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ചില നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരു തട്ടാന്റെ ഭവനം സന്ദർശിക്കുവാനിടയായി തീർന്നു. താനവിടെ ചെല്ലുമ്പോൾ തട്ടാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തട്ടാൻ ചെയ്യുന്ന ജോലി അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു വെള്ളിക്കഷ്ണമെടുത്ത് ഉലയിലിട്ട് പഴുപ്പിച്ച് തന്റെ കയ്യിലുള്ള കൊടിലുകൊണ്ട് അതെടുത്ത് അടികല്ലിൽ വെച്ച് ചുറ്റികൊണ്ട് അടിച്ച് തന്റെ മുഖത്തോട് ചേർത്ത് വെച്ച് നോക്കിയ ശേഷം വീണ്ടും അത് ഉലയിലേക്ക് ഇടുന്നു. പലയാവർത്തി താൻ ഉലയിലിടുന്നു, കൊടിൽ കൊണ്ടെടുക്കുന്നു, അടിക്കുന്നു, മുഖത്തോട് ചേർത്ത് വെച്ച് നോക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ തട്ടാനോട് ചോദിച്ചു, ആവർത്തിച്ച് എന്തിനാണ് ഈ പ്രക്രിയ ചെയ്യുന്നത്? ആ തട്ടാൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: എന്റെ മുഖം എപ്പോൾ ഈ വെള്ളിക്കഷ്ണത്തിൽ വ്യക്തമായി ഞാൻ കാണുന്നുവോ അത് കാണുന്നതുവരെയും ഞാൻ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് ബൈബിൾ നൽകുന്ന ഉത്തരം: ദൈവം ആത്മാവാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് മനുഷ്യൻ എത്ര നിർവചിച്ചാലും അത് അപൂർണമായിരിക്കും. നാം എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നുവോ അത്രത്തോളം ആ സ്നേഹം നമുക്ക് അനുഭവമാക്കാം. ഓരോരുത്തർക്കും ദൈവമായുള്ള അടുപ്പവും അകൽച്ചയുമാണ് ദൈവസ്നേഹം അവർ ആസ്വദിക്കുന്നതിൽ വ്യത്യസ്തത ഉണ്ടാക്കുന്നത്. ഒരു പാപിയുടെ അടുക്കിലേക്ക് ദൈവസ്നേഹം എത്തുന്നത് രക്ഷയുടെ രൂപത്തിലാണ്. ഒരിക്കൽ ദൈവസ്നേഹം നമ്മിലേക്ക് കടന്നു വന്നു, അങ്ങനെ നാം രക്ഷിക്കപ്പെട്ടു. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ ദൈവസ്നേഹം ആസ്വദിക്കുന്നത് ബാലശിക്ഷയുടെ രൂപത്തിലാണ്. ഓരോ ബാലശിക്ഷയിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോഴും ദൈവം ഇത് തന്റെ സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയുമാറാകണം. ശിക്ഷ എന്നാൽ തെറ്റിനു നേരെയുള്ള പ്രതികരണമാണല്ലോ. ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെ നടത്തുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണം ലക്ഷ്യമാക്കിയാണ്. ഒരു പിതാവ് തന്റെ പൈതലിനെ ശിക്ഷിക്കുന്നത് തന്റെ കോപം തീർക്കുവാൻ വേണ്ടിയല്ല, ഒരു തമാശയ്ക്ക് വേണ്ടിയല്ല. അതിന്റെ പിന്നിൽ ആ പിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ പൈതലിന്റെ സ്വഭാവ രൂപീകരണവും അവന്റെ ഭാവി ജീവിതവുമാണ്. എന്നാൽ ചെറിയ പ്രായത്തിൽ കുട്ടിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവൻ പ്രായത്തിന്റെ പക്വതയിലെത്തുമ്പോൾ അവനത് തിരിച്ചറിയും. ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെ കടത്തിവിടുന്നത് നമ്മിലെ മാലിന്യങ്ങൾ നീങ്ങി നാം വിശുദ്ധരാകുവാൻ വേണ്ടിയാണ്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെയും അവൻ നിർമ്മലീകരിക്കുന്നു. നമ്മിൽ കർത്താവിന്റെ രൂപം എപ്പോൾ കാണുന്നുവോ അപ്പോൾ വരെ അവിടുന്ന് നമ്മെ അഗ്നിശോധനയിലൂടെ കടത്തിവിടും. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണ്! ദൈവത്തിന് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം നാം അവനെപ്പോലെ ആവുക എന്നുള്ളതാണ്. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരായിരിക്കുക. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നാം കർത്താവിനെ പോലെ ആയിത്തീരണം എന്നുള്ള കർത്താവിന്റെ ഹൃദയത്തിലെ ആഴത്തിലുള്ള വാഞ്ചയാണ് ബാലശിക്ഷയിലൂടെ നമ്മളെ കടത്തിവിട്ട് നിർമ്മലീകരിക്കുവാൻ കർത്താവിനെ നിർബന്ധിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഓരോ ശിക്ഷയിലൂടെ ദൈവം കടത്തിവിടുമ്പോഴും ദൈവത്തോട് അധികമായി നാം അടുത്തു വന്നാൽ ദൈവസ്നേഹം എത്ര വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ ഇടയാകും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.